ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അണ്ടർറൂഫ്. ഞാൻ അബു. അപ്പോൾ നമ്മൾ ചീസി ചിക്കൻ ഡോണറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി പൊടിയായി അരിയാം. അടുത്ത് ഗാർലിക്ക് നമുക്ക് ചെറുതായിട്ട് അരിയാം. അടുത്ത് നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിയാം. പച്ചമുളക് 2 എണ്ണം മതി. ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെന്തായാലും കുരുമുളകൊക്കെ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നാടൻ കേരള സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് ഇടുന്നത്. ശരിക്കും അതിൽ പച്ചമുളകൊന്നും ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് മല്ലിയില നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ചീസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ്. സാധാരണ അതിൽ അധികം ആരും ചീസൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ മല്ലിയിലൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല. എനിവേ നമ്മൾ നമ്മുടെ നാടൻ സ്റ്റൈലിൽ വേണം എപ്പോഴും ഫോളോ അപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡോണറ്റിന് ആവശ്യമായ മസാല റെഡിയാക്കാം. നമ്മൾ ഏകദേശം ഒരു 1/4 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിനെ സ്മാഷ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം. നമ്മളിപ്പോൾ അളവായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് പോലെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പൊട്ടാറ്റോ സ്മാഷിങ് കഴിഞ്ഞു. അപ്പോൾ സ്മാഷ് ചെയ്ത പൊട്ടാറ്റോയിൽ 1/2 കിലോ നുറുക്കിയെടുത്ത ഇറച്ചി, കോഴി ഇറച്ചി. അടുത്തൊരു 150 ഗ്രാം മൈദ ഇട്ടിട്ടുണ്ട്. അടുത്തത് ബ്രെഡ് ക്രംസ്. ഇതൊരു 6 ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അടുത്ത് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ മല്ലി, ദെൻ പച്ചമുളക്. അടുത്ത് കുറച്ച് മസാലകൾ. ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ച പൊടി, അതൊരു ചെറിയ ടേബിൾ സ്പൂൺ എടുക്കാൻ പാടുള്ളൂ എപ്പോഴും. ഇത് പിന്നെ ഗരം മസാല. ഇത് നമ്മുടെ ഉപ്പ്, ഇന്ദുപ്പ്, റോക്ക് സാൾട്ടാണ്, ഒരു പിങ്കിഷ് കളറിൽ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് പെപ്പർ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. നമ്മൾ ഇന്ദുപ്പും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബേക്കിംഗ് സോഡ, അതൊരു കുറച്ച് എമൗണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി, അത് 1 ടേബിൾ സ്പൂൺ, ഒരു ലൈറ്റ് എരിവിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള മസാലക്കൂട്ടുകൾ. അടുത്ത് 2 ഫുൾ കോഴിമുട്ട. ഇതൊക്കെ ഇട്ടിട്ട് നമ്മളതിനെ കുഴച്ചെടുക്കാൻ പോകണം. അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് നന്നായി കുഴച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശകലം വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റായിട്ട് കുഴയ്ക്കാം ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ വെള്ളം കൂടി പോകരുത്, കൂടിയ ആകെ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡോണറ്റിന് ആവശ്യമായ ചീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചീസ് എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ റൗണ്ടിലുള്ള ഒരു ഗ്ലാസ് എടുക്കണം. ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീസ് റൗണ്ടിൽ കിട്ടും അല്ലേ. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ചീസിനെ നമ്മൾ ഇങ്ങനെ മാറ്റുക. ദെൻ നമ്മൾ ഡോണറ്റിന് നടുവിൽ ഹോൾ വേണം. അതിനൊരു ചെറിയൊരു മൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നടുവ് നോക്കിയിട്ട് ആ മൂടി കൊണ്ട് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ എന്തായി, നമ്മുടെ ചീസ് റൗണ്ടിൽ നമുക്ക് ആവശ്യമുള്ള രീതി ഷേപ്പിൽ കിട്ടും അല്ലേ. ഇതൊക്കെ എക്സസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിലാണ് സാധനം വേണ്ടത്. അപ്പോൾ അടുത്തത് നമ്മൾ അതേപോലെ ഗ്ലാസ് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. സെറ്റായി. അപ്പോൾ നമ്മളെ എക്സസ് ഈസി ആയിട്ട് വന്നു. ഇനി അടുത്ത് ഇപ്പുറത്തെ
അത് അതേപോലെ വെച്ച് കുത്തി കൊടുത്തു. നമ്മുടെ എക്സസ് ആയിട്ടുള്ളത് ഈസി ആയിട്ട് ഇങ്ങനെ എടുത്തു. ഇനി വേണ്ടത് നടുവില ഹോള് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി തിരിച്ചു കൊടുക്കുക. അതിന് അടുത്തത് അതും അതേപോലെ വെച്ച് ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. എടുത്തിട്ട് ഈ എക്സസ് നടുവത്തതിനെ മാറ്റി അടുത്തത് റെഡി. ഇനി അടുത്തത് ഇതിനെ അതേപോലെ നൈഫ് വെച്ച് ഇങ്ങനെ കീറി എടുത്തിട്ട് ശേഷം ആ നടുവിൽ എക്സസ് ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് അടുത്ത ഡോണറ്റിനും റെഡി. അപ്പോൾ നമ്മുടെ ചീസി ചിക്കൻ ഡോണറ്റ് തട്ടിയെടുക്കുക. ആദ്യം കയ്യിൽ ശകലം വെള്ളമാക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഇതെടുക്കുക, കൂട്ടെടുത്തിട്ട് കയ്യിൽ ഇതിങ്ങനെ തട്ടി കൊടുക്കുക. നമ്മൾ വട തട്ടുന്ന പോലെ നന്നായിട്ട് ഇതിങ്ങനെ തട്ടുക. ഈ തട്ടിയിട്ട് അടുത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ നേരെ ചീസിലേക്ക് പോകും. നമ്മുടെ ചീസ് ഉണ്ടല്ലോ, വെട്ടി വെച്ച ചീസ് ഇതെങ്ങനെ എടുത്തിട്ട് ഇതിൽ പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഒരു ലെയർ ഇതെടുത്തിട്ട് അതിനെ നമ്മൾ മേലെ വെച്ച് തട്ടി കൊടുക്കുക. സൈഡിലുള്ളതൊക്കെ ഒന്ന് മടക്കുക. ഇങ്ങനെ അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ വട ഉണ്ടാക്കിയിട്ടുണ്ടാകും ഇതുപോലെ തട്ടിയിട്ട്. അപ്പോൾ അതേ ഒരു സ്റ്റൈൽ തന്നെ നമ്മൾ ഇതിലും ഫോളോ ചെയ്യുന്നത്. പക്ഷേ വടയ്ക്ക് പകരം നമ്മളിവിടെ ചിക്കൻ സെറ്റപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. വെള്ളം തീർച്ചയായിട്ടും കയ്യിലാക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഷേപ്പ് ഒരിക്കലും ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമില്ലാതെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം സത്യമായിട്ട് മൂഞ്ചിപ്പോവും. ഇപ്പോൾ നമ്മുടെ ഹോളിൻ്റെ പൊസിഷൻ ഇതെവിടെയാണ്. അപ്പോൾ നമുക്ക് ഹോളിട്ട് കൊടുക്കാം. നമ്മൾ ശരിക്കും നമ്മുടെ വട പോലെ തന്നെ ഉണ്ട്, എന്താ പറയുക, ഉഴുന്ന് വട ഉണ്ടാക്കുന്ന അതേ ടെക്സ്ചർ, അതേ സ്റ്റൈലാണ്. അപ്പോൾ നമ്മുടെ തട്ടിയെടുത്ത വടനെ തൽക്കാലം ഇവിടെ വെക്കുക. എന്നിട്ട് അടുത്തത്, അപ്പോൾ നമ്മൾ ആ റൗണ്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. കറക്റ്റായിട്ട് ഇങ്ങനെ തട്ടിയിട്ട് നമുക്ക് കയ്യിൽ ഒട്ടുന്നു തോന്നിക്കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ വെള്ളമാക്കി കഴിഞ്ഞാൽ ഒട്ടലുണ്ടാവില്ല. നമ്മൾ ഹോൾട്ട് കൊടുക്കുക. യെസ്, നമ്മൾ എടുത്ത് വയ്ക്കുന്ന സ്ഥലത്ത് ലൈറ്റായിട്ട് വെള്ളമാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ തട്ടി വെച്ച ചിക്കൻ ഡോണറ്റിന് നമ്മുടെ റസ്കിൻ്റെ ക്രംസാണ്. നമ്മൾ ഇതിന് മുന്നേ ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്ത് ബ്രെഡ് ക്രംസാണ്. അപ്പോൾ ഇത് വന്നിട്ട് റസ്കിൻ്റെ ക്രംസാണ്. ബ്രെഡ് ക്രംസ് വേണമെങ്കിലും ആഡ് ചെയ്യാം, പക്ഷേ നമ്മളൊരു ഡിഫറൻറ്റിന് റസ്കിൻ്റെ ക്രംസാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. വീണ്ടും ഷേപ്പ് പോയാലും പോകും. അപ്പോൾ നമ്മളത് ഇങ്ങനെ വീണ്ടും ഡിപ്പ് ചെയ്ത ശേഷം ഒന്നും കൂടെ നമ്മുടെ ആ വടയ്ക്കുള്ള ആ വട്ടം ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്നും കൂടെ ഉഷാറായിട്ട് ക്രംസൊക്കെ ഇട്ട് ഇപ്പം നന്നായിട്ട് ആശാൻ സ്റ്റിഫായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് അടുപ്പ് കൊളുത്താം. പാലക്കാടിൻ്റെ ചൂടിന് ഞാൻ എപ്പോഴും പറയുന്നതാണ്, അടുപ്പ് കത്താൻ വലിയ സമയം എടുക്കില്ല. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിക്കാം നമുക്ക്.
അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഡോണറ്റ് എടുത്ത് എണ്ണയിൽ പൊരിക്കുക. ആദ്യം ഇതിനെ കയ്യിലെടുത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ കരണ്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ എണ്ണയിൽ പൊരിച്ചെടുക്കും. അതൊക്കെ എടുക്കാം. ചീസ് ഇതാ പതുക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിത് എടുക്കാം. ചീസ് പുറത്ത് വരുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ചിക്കൻ ചീസി ഡോണറ്റും എടുക്കാം. ഹെവി, നല്ല കളർഫുള്ളുണ്ട്. അപ്പോൾ നമ്മുടെ ചീസി ചിക്കൻ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. നൗഫലെ എടുത്ത് കഴുകി. നമ്മുടെ നോക്കിയപ്പോൾ പൊട്ടിച്ചാ എന്താ ചീസ് ഒഴുകണല്ലേ. ഇതാ ഹെവി ഹെവി. നമ്മൾ മയനൈസ് മുക്കി കഴിക്കാം. അങ്ങനെ നോക്കാം. ചാൻസ് ഇല്ല. നമ്മുടെ ചീസ്, പെപ്പർ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും ഫ്ലേവറും ഒരു വെറൈറ്റി ആയിട്ട് കയറിയിട്ടുണ്ട്. ഇത് മയണൈസ് മുക്കി കഴിക്കാനാണ് ശരിക്കും നല്ല ടേസ്റ്റ് വരും. ഇങ്ങനെ മയണൈസ് മുക്കിയിട്ട് ചാൻസ്. ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ റോക്ക് സാൾട്ട്, ദെൻ ആ എരിവിനായിട്ട് ചെറുതായിട്ട് നമ്മൾ മറ്റേ നമ്മുടെ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്ക, പട്ട, ഗ്രാമ്പു എല്ലാം പൊടിച്ചില്ല, അതിൻ്റെ മസാലേൻ്റെ മണം, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സ്ഡ് ആയിട്ട് ചിക്കന് നന്നായി വെന്തതുകൊണ്ട് ആ ചീസെല്ലാം നിറഞ്ഞിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫീലാണ് അതിലുള്ളത്. കഴിക്കുമ്പോൾ തന്നെ നോക്കിയോ. ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ചീസിനെതാ ഉണ്ടാ ചീസ് ഒഴുകുന്നുണ്ട്. അതങ്ങനെ ഹെവി ആയിട്ടുണ്ട്. ഇത് ഓവറാൾ എനിക്ക് അടിപൊളിയുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എനിക്ക് നന്നായില്ലേ. കറക്റ്റ് വേവിൽ വന്നിട്ടുണ്ട് സാധനം. ചീസും അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിട്ട് അറിയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പരിപ്പ് വട, ഉഴുന്ന് വടയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ചീസൊക്കെ ആയിട്ട്. ആദ്യമായിട്ടാണ്. നന്നായിട്ടുണ്ട്. എന്തായാലും എനിക്ക് അങ്ങനെ ഇഷ്ടമുണ്ട്. മയനൈസ് മുക്കി കഴിക്കാനാണ് ഇതിന് മുക്കി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. മുക്കി കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നോട്ട് ദ പോയിന്റ്. അപ്പോൾ നമ്മൾ ഈ സാധനം നമ്മുടെ ചിക്കൻ ഡോണറ്റ് ട്രൈ ചെയ്യുന്നവരും വീട്ടിൽ എന്തായാലും മയനൈസ് ഉണ്ടാക്കുക, ഉണ്ടാക്കിയിട്ട് മുക്കി കഴിക്കുക. കാരണം മയനൈസാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ. ചീസ്, മയനൈസ്, ആ മസാലകളെല്ലാം കൂടിയിട്ട് ചാൻസേ ഇല്ല. ശരിക്കും പറയാമല്ലോ, വേറെ ലെവൽ പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ചീസി ഡോണറ്റ് വന്നിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദെൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. ബൈ കൊടുക്കില്ലേ? ബൈ ബൈ.